ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റൈസ് റെസിപ്പിയാണ്, ഒരു വെജിറ്റബിൾ റൈസ്. അപ്പോൾ നമുക്കിതിന് കറികൾ പോലും വേണ്ട. പിന്നെ ഇതിൽ യാതൊരുവിധ സോസ് അങ്ങനെ ഒന്നും തന്നെ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു സാധനവും ചേർത്തിട്ടില്ല. എല്ലാം തന്നെ നാച്ചുറലായിട്ട് നമ്മുടെ കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് കൊടുക്കാം. അപ്പോൾ നല്ല സൂപ്പർ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെ ചെയ്യുന്നതെന്ന് കാണാം. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ബെൽ ഐക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അതിൽ 3 ഓപ്ഷൻ ഉണ്ട്. അതിൽ ഓൾ തന്നെ പ്രസ് ചെയ്താൽ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു എളുപ്പത്തിലുള്ള ലഞ്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. അപ്പോൾ നമുക്കിത് ലഞ്ച് ബോക്സിൽ കൊണ്ടുപോകാനും ഓഫീസിലും സ്കൂളിലും ഒക്കെ പോകുന്നവർക്ക് ലഞ്ച് ബോക്സിൽ കൊണ്ടുപോകാനും പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം പാത്രങ്ങളൊക്കെ കഴുകി കിച്ചൺ സ്ലാബൊക്കെ നീറ്റാക്കി ഇനി നമുക്ക് ലഞ്ചിന് വേണ്ടിയുള്ളതാണ്. ഇപ്പോൾ ഇത് ലഞ്ചിന് വേണമെങ്കിലും ലഞ്ച് ബോക്സിൽ കൊണ്ടുപോകാനായും ഒക്കെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യുന്നതെന്ന് കാണാം. ഇപ്പോൾ വെജിറ്റബിൾസൊക്കെ എപ്പോഴും നമ്മൾ കുക്ക് ചെയ്യുന്നതിന് ഒരു 1-2 മണിക്കൂർ മുമ്പ് തന്നെ നല്ല വെള്ളത്തിൽ കഴുകിയിട്ട് കുറച്ച് ഉപ്പ്, നാരങ്ങ നീര് അതൊക്കെ ചേർത്ത് വയ്ക്കുകയാണെങ്കിൽ കീടനാശിനിയുടെ അംശങ്ങളൊക്കെ നന്നായി പോയി കിട്ടും. അതുപോലെ ഈ ക്യാബേജിൽ അവസാനം വരുന്ന ഈ ഒരു ഇത് നമുക്ക് എടുത്ത് കളയാം. എന്നിട്ട് അത് നന്നായിട്ട് കഴുകിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മൾ ഒരു 2 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. ചെറിയ ടൊമാറ്റോ, ഏതാണ്ട് ഈ സൈസിലുള്ളത്. വലുതാണെങ്കിൽ നല്ല വലുത് ഒരെണ്ണം എടുത്താൽ മതി. 2 ടൊമാറ്റോ, ഒരു പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 2-3 അല്ലി വെളുത്തുള്ളി. പിന്നെ നന്നായിട്ട് നമുക്ക് മിക്സിയിലിട്ട് അരച്ച് എടുക്കാം. മിക്സിയിൽ ഒക്കെ ചേർത്ത് എടുത്തിട്ടുണ്ട്. കുറച്ച് പഞ്ചസാര, ഒരു 3/4 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. ഇനി നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത് ഒരു 1-2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മൾ അരച്ച് വെച്ച ഈ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണം. ഒന്നര കപ്പ് 240 ml അളവ് കപ്പിൽ 1.5 കപ്പ് ബാസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ഇതിനെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. നമ്മൾ കഴുകി ഈ അരിപ്പയിലോട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഈ അരി ഇതിൽ ചേർത്ത് കൊടുക്കാം. അതിൽ കുറച്ച് ഉപ്പ് ചേർക്കാം. വെള്ളം ചേർത്ത് കൊടുക്കാം. 1.5 കപ്പ് അരി ഞാൻ 3 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുക്കറിൽ വെച്ചിട്ടുണ്ട്. നോസിലിൽ കൂടെ ആവി വന്നതിന് ശേഷം വെയിറ്റ് ഇടാം. നമുക്ക് വെജിറ്റബിൾസൊക്കെ അരിഞ്ഞെടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുണ്ട്.
2 വിസിലിൽ ഓഫ് ചെയ്ത് വെച്ചു. നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു സവാള, ഒരു ചെറിയ കഷ്ണം ക്യാബേജ്, ഒരു ക്യാരറ്റ്, ഒരു പച്ചമുളക്. ഇത് നമുക്ക് വഴറ്റി എടുക്കാം. കുറച്ച് ഉപ്പ് ചേർക്കാം. നമ്മൾ അരിയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, കുറച്ചുകൂടെ ചേർക്കാം. ഇപ്പോൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ചിട്ട് അടച്ചു വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ റൈസ് അടപ്പ് തുറന്നിട്ടുണ്ട്. പാകത്തിന് വെന്തിട്ടുണ്ട്, കുഴഞ്ഞു പോയിട്ടില്ല, നല്ല ടേസ്റ്റായിട്ടുണ്ട്. നമുക്കിത് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഇത് വറുത്തെടുത്തത് കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പം മല്ലിയില ഉണ്ടെങ്കിൽ ചേർക്കാം, മല്ലിയില ഇല്ല. ഞാൻ കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. കുഴഞ്ഞു പോകാതെ എന്ന ആവശ്യത്തിന് നന്നായിട്ട് വെന്തിട്ടുണ്ട്. വേകാതിരുന്ന് കഴിഞ്ഞാൽ ടേസ്റ്റ് ഇല്ല. അപ്പോൾ വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി. ചിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.